വികസനത്തിന്റെ പുതിയ മാതൃകകൾ കേരളത്തിന് സമ്മാനിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന് ഇന്ന് 1 വയസ്സ്. കേരള മോഡലിന്റെ പുനഃസൃഷ്ടിക്കായി വിശാല കാഴ്ചപ്പാടോടെ സർക്കാർ നടപ്പാക്കുന്ന 4 മിഷനുകൾ രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതിനൊപ്പം സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞ 1 വർഷം കൊണ്ട് സർക്കാരിനായി. 1 വർഷത്തിനുള്ളിൽ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ പോലും നേടാൻ സർക്കാരിനായി. ഭരണനിർവഹണത്തിൽ കാതലായ മാറ്റത്തിന്റെ സന്ദേശമുയർത്തിയാണ് പിണറായി വിജയൻ സർക്കാർ 1 വർഷം പൂർത്തിയാക്കുന്നത്. 365 ദിവസം എന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് അളവുകോലല്ലെങ്കിലും കേരള ജനതയുടെ ആകെ പ്രതീക്ഷ അസ്ഥാനത്തല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ 1 വർഷത്തെ ഭരണം. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് സർക്കാർ മുന്നോട്ട് എന്നതിന് തെളിവായി സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് സർവേ റിപ്പോർട്ട്. ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ക്രമസമാധാന പാലനം ഏറ്റവും ഭദ്രമായ സംസ്ഥാനം കേരളമെന്ന് ഇന്ത്യ ടുഡേ ദേശീയ സർവേ. ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമെന്ന് BBC. ഭരണമികവിന്റെ സൂചകമായ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് ഏറ്റവും ഉയർന്ന സംസ്ഥാനം കേരളമെന്ന് PCA സർവേ. വികസിത ലോകത്തിന് തുല്യമായി ശിശുമരണ നിരക്ക് കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനം കേരളമെന്ന് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. തുടങ്ങിയുള്ള നിരവധി നേട്ടങ്ങൾ തന്നെയാണ് സർക്കാരിന്റെ മുഖമുദ്രയായി മാറുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ക്രമസമാധാന മേഖലയിൽ മികച്ച ചുവടുവയ്പ്പാണ് സർക്കാർ നടത്തിയത്. സ്ത്രീ സുരക്ഷയ്ക്കായി പിങ്ക് പട്രോൾ, പിങ്ക് ബീറ്റ്, 1,00,000 പേർക്ക് സ്വയം പ്രതിരോധ പരിശീലനം, സ്ത്രീ സൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ എന്നിവ നടപ്പാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും ഈ വർഷം തന്നെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. 2018 ഗെയിൽ പദ്ധതിയും 2019 വിഴിഞ്ഞം തുറമുഖവും 2020 ദേശീയ ജലപാതയും പൊന്നാനി തുറമുഖവും 6 വരി ദേശീയപാതയും പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളും മുന്നേറുകയാണ്.